കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടത്തിൽ തീപിടുത്തം. മാങ്കാവ് ആഴ്ചവട്ടം റോഡിലാണ് സംഭവമുണ്ടായത്. ഒറ്റമുറി കെട്ടിടത്തിനുള്ളിൽ പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി രമ്യദാസ് ചേരുകയാണ്. രമ്യ, എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്? ഒപ്പം തന്നെ ഈ മൃതദേഹം ആരുടേതാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? രാഖി, ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ന് പുലർച്ചെ ഏകദേശം 5 മണിയോട് കൂടിയിട്ടാണ് ഈ കോഴിക്കോട് മാങ്കാവിലെ ആഴ്ചവട്ടത്തെ കാളൂർ റോട്ടിലെ ഒരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. പുലർച്ചെ 5 മണിയോട് കൂടിയിട്ടാണ്. തീ അണച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ കടയ്ക്കുള്ളിൽ ഒരു പുരുഷന്റേതെന്ന് തോന്നുന്ന ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് പോലീസിന്റെ അന്വേഷണമെല്ലാം നടത്തുകയാണ്. ഇത് കല്ലായി സ്വദേശിയാണെന്നുള്ളൊരു സൂചന മാത്രമാണ് നിലവിൽ പോലീസ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയാണ് ആരാണ് ഇത്തരത്തിൽ മരിച്ചതെന്ന് കണ്ടെത്തേണ്ടത്. കാരണം ഇത് ഒറ്റമുറി ഒരു കെട്ടിടമാണ്. ഈ റൂമിനകത്ത് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ രാത്രി സമയങ്ങളെല്ലാം കൂടാറുണ്ട്. അതായത് വർത്തമാനങ്ങളും എല്ലാം ഉൾപ്പെടെയായിട്ട് ആളുകൾ അവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ആളുകൾ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഏകദേശം 5 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവുന്നത്. സമീപവാസികൾ അറിഞ്ഞതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എല്ലാം എത്തി ഈ ഒരു തീയണക്കൽ എല്ലാം നടത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു പുരുഷന്റെ തോന്നുന്ന ഒരു മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ കസബ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. അതെ, കോഴിക്കോടുണ്ടായ തീപിടുത്തമാണ്. അവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരുടേത് എന്നതടക്കമുള്ള വാർത്തകൾ ഇനി പുറത്തേക്ക് വരണം.